ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണം എന്നുള്ളത് ഇന്നലെ ജസ്റ്റിസ് വി.ജി. അരുണിൻ്റെ വിധിയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ആഴ്ചത്തേക്ക് അത് അവധി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇന്നലെ തന്നെ റിപ്പോർട്ട് പുറത്തു വിട്ടാൽ. അവധി കൊടുത്തേക്കുന്നത് സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരു ചെറിയ നിർമ്മാതാവ്, അദ്ദേഹം കൊടുത്തിട്ടുള്ള പരാതിയിലാണ് ഇത് സ്റ്റേ ചെയ്തത്. ഇന്നലെ ആ ഹർജി തള്ളിക്കൊണ്ടാണ് വി.ജി. അരുൺ ഇത് പുറത്തേക്ക് വിടണമെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് വിധി പ്രഖ്യാപിച്ചപ്പോഴും പക്ഷേ ഒരു ആഴ്ചത്തേക്ക് അവധി കൊടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഡിവിഷൻ ബെഞ്ചിനെയൊക്കെ സമീപിക്കാം, അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതി വരെ പോകാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും പുറത്തേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്ത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. എൻ്റെ ഏറ്റവും ആദ്യ ചോദ്യം CPM-ൻ്റെ അണികളോടാണ്. CPM-ൻ്റെ അണികളും CPM-ൻ്റെ അനുഭാവികളും ഒക്കെ ഒന്ന് ആലോചിക്കേണ്ടത്, ഭരിക്കുന്നത് CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് ആണോ അതോ മാക്ടയും AMMA ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണോ എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ ഇവർ സഖ്യകക്ഷികളായോ അല്ലെങ്കിൽ ഇവർ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളായോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി, അതായത് ഒരു സിനിമാ മേഖലയിലെ വൃത്തികേടുകളെക്കുറിച്ച്, അതായത് അവിടെ നടക്കുന്ന ജെൻഡർ ഇൻഈക്വാലിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് പീഡനങ്ങളെക്കുറിച്ചുമൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ 2017 നിയമിച്ചു. അതിൻ്റെ സാഹചര്യം നമുക്കറിയാമല്ലോ. അതിനു മുമ്പാണ് ആ നടി പീഡിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആ നടി പീഡിപ്പിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ നിയമിച്ചു. അവരേതാണ്ട് 6 മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ 2 കൊല്ലം എടുത്ത് 2019 റിപ്പോർട്ട് സമർപ്പിച്ചു. 2019 സമർപ്പിച്ച റിപ്പോർട്ട് 2024 വരെ, അതായത് 5 കൊല്ലത്തോളം ഗവൺമെൻറ് അത് മാറോടടക്കി പിടിച്ച് ആരെയും കാണിക്കാതിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തൊഴിലാളി വർഗ സർവാധിപത്യം വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്, അവർക്ക് തൊഴിലാളികളല്ല, ഇപ്പം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന സിനിമക്കാരുടെ സർവാധിപത്യമാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നും. അപ്പോൾ അത്തരത്തിൽ അവർ നെഞ്ചോടെ അടുക്കി പിടിച്ച് അത് കാത്തു വെച്ചിരുന്നു. അത് കൂടാതെ സജി ചെറിയാൻ പറഞ്ഞേക്കണത് റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല, പുറത്തുവിട്ടാൽ ചിലരുടെയൊക്കെ സ്വകാര്യതയെ അത് ബാധിക്കുമെന്നാണ്. ആരുടെ സ്വകാര്യതയാണ് ബാധിക്കുന്നത്? ഈ പീഡനം നടത്തിയ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ വൃത്തികേട് നടത്തിയ ആളുകളെ ബാധിക്കുമായിരിക്കും. അവർക്ക് വേണ്ടിയാണോ, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണോ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലകൊള്ളുന്നത്? ഇതിൽ CPI അടക്കമുള്ള ആളുകൾ ഉത്തരം പറയണം. ബാക്കിയുള്ള ഘടകകക്ഷികൾ ഇപ്പോൾ NCPയും അതുപോലെ തന്നെ മറ്റേ അഹമ്മദ് ദേവർകോവിലിൻ്റെ പാർട്ടിയൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. പക്ഷേ CPI എങ്കിലും ഇതിന് ഏറ്റവും ആദ്യം മറുപടി പറയണം. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വിടും. അത് തന്നെ 295 പേജുള്ള റിപ്പോർട്ടാണ്. 1000-ലധികം വരുന്ന അനക്ഷർ അതിനുണ്ട്. അതൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പല ആളുകളുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൽ തന്നെ ഏതാണ്ട് 70ഓളം പേജുകൾ മാറ്റിക്കൊണ്ട് 225 പേജുകളാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം പുറത്തുവിടാനിരുന്നത്. ആ പുറത്തുവിടുന്നതിനെതിരെയാണ് നമ്മുടെ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം നേരെ മറ്റേ അപ്പീലുമായി പോയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ഈ പറയുന്ന ഒരു ഷോമാനാണ്. അദ്ദേഹത്തിൻ്റെ ഹോർഡിംഗ് ഒക്കെ ഈ വൈറ്റില ജംഗ്ഷനിൽ ഇരുന്നത് ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് 1, 2, 3 സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയോ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എന്തോ കാട്ടുമാക്കാൻ എന്നൊക്കെ പറഞ്ഞ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അതെന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തായാലും ഹർജി തള്ളി, ഇനിയും മിക്കവാറും ഹർജിയായിട്ട് മുന്നോട്ട് പോകും. കാരണം സിനിമാക്കറയിൽ ഒരുപാട് കാശുള്ളത് കൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ ഹർജി കൊടുക്കാനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സുപ്രീം കോടതി വരെ നിയമയുദ്ധം നടിക്കാനോ പറ്റുമെങ്കിൽ ലോക കോടതിയിലൊക്കെ ഒന്നും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരതും കൂടി ട്രൈ ചെയ്താനേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ സിനിമാ രംഗത്ത് നടക്കുന്നത് നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ കൃത്യമായിട്ട്. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, ചെകുത്താൻ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ, മോഹൻലാലിനെതിരെ ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിച്ചു. അത് നിയമ നടപടി സ്വീകരിക്കുന്നതിനൊക്കെ തെറ്റില്ല, കാരണം ചെകുത്താനൊന്നും ഞാൻ കാണാറില്ല. ഞാൻ ഷാജൻ സ്കറിയുമായിട്ടൊരു ഇവർ തമ്മിലൊരു മറുനാടൻ മലയാളി ഷാജൻ സ്കറിയായിട്ടൊരു വാഗ്വാദം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഒരാൾ വളരെ മോശപ്പെട്ട ഭാഷയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പറയുന്നതിന് പല ലോജിക്കും ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഭാഷയോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. പക്ഷെ അതിൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, സിദ്ദിഖാണ് ഇതിന് പരാതി കൊടുത്തത്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട സിദ്ദിഖ് എന്ന് പറയുന്ന നടനാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ആ നടൻ അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതായത് ഇടവേള ബാബു മാറിക്കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദിഖ് വേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിദ്ദിഖ് ഒരു പരാതി കൊടുക്കുകയും അവനെ ഉടനെ തന്നെ കേരള പോലീസ് വന്ന് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യുകയും, അറസ്റ്റ് ചെയ്തിട്ടുള്ള അവനെ വിളിച്ചു വരുത്തിയതാണ്, ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് വിടാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും അവനെ നേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവനെ എറണാകുളത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്ന് അവൻ്റെ സാധന സാമഗ്രികളൊക്കെ പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവനെതിരെ ചുമത്തിയേക്കുന്ന കേസാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതായത് കലാപാഹ്വാനത്തിന്, നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതിന് കേസെടുത്തു. മോഹൻലാൽ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ നാട്ടിൽ കലാപം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതേ കേസ് തന്നെയാണ് നിങ്ങൾ PC ജോർജിനും സ്വപ്ന സുരേഷിനും എതിരെയൊക്കെ എടുത്തത്.
ഇതൊന്നും നിലനിൽക്കാത്ത കേസാണെന്ന് നിങ്ങൾക്കറിയില്ലേ പോലീസുകാരാ? പിന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത്, ഈ പോലീസുകാർ എടുത്തേക്കണ കേസ് തന്നെ ഇത് സത്യത്തിലൊരു ഡിഫമേഷൻ കേസാണ്. അവർ അപകീർത്തി കേസ് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ മോഹൻലാലിന്. അല്ലാതെ മറ്റേ കേരള പോലീസിൻ്റെ 5-6 ഉദ്യോഗസ്ഥന്മാർ നടന്ന് ഈ വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്ന് നമ്മുടെ പാവങ്ങളുടെ കയ്യിലെ ടാക്സ് എടുത്തിട്ട്, ഈ നിങ്ങൾക്ക് ശമ്പളം തരുന്നതും ഈ പറയുന്ന വണ്ടി ഓടിക്കുന്ന ജീപ്പിലെ പെട്രോളും ഒക്കെ പാവങ്ങളുടെ കാശാണ്. അല്ലാതെ അതൊരിക്കലും മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതല്ല. അപ്പം അതുകൊണ്ട് ഒരു സിനിമാക്കാരനെയും വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതല്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആക്ട് തന്നെ എന്നെ അമ്പരപ്പിച്ചു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ഈ SI ഇരുന്നിട്ട് പറയാണ്, അതായത് ഈ പോലീസിൻ്റെ ഈ തെളിവെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്ന് പറയുന്നത് 4 ഭാഗത്തു നിന്നും ചെകുത്താൻ പണി വരുന്നുണ്ടെന്നാണ്. അതെങ്ങനെയാണ്? ഒരു പോലീസുകാരൻ പറയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 4 ഭാഗത്തു നിന്നും പണി വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാനാണ് പോലീസ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും അവർക്ക് കൂട്ടുക, സിനിമാക്കാർക്ക് കൂട്ടുവെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ചെകുത്താൻ തെറ്റ് ചെയ്തു, അത് പറഞ്ഞ് ഉപയോഗിക്കപ്പെട്ട വാക്കുകൾ മോശമാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. കാരണം അത്ര വലിയ വ്യൂവർഷിപ്പ് ഒന്നും ഈ ചെകുത്താനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. മോഹൻലാൽ സത്യത്തിൽ അതങ്ങോട്ട് വിടേണ്ട ആവശ്യം ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സത്യത്തിൽ ചെകുത്താനെ ഫേമസ് ആക്കാനേ ഇപ്പോൾ ഇത് ഉപകരിച്ചിട്ടുള്ളൂ. മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതൊക്കെ വളരെ കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ കൂടി ആളുകൾ അത് കണ്ടു. അതുകൊണ്ട് മോഹൻലാലിനെ അഡ്വൈസ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ മോഹൻലാൽ തന്നെ കേൾക്കേണ്ടത്, താങ്കളെ ഈ പറഞ്ഞ പോലെ ആളുകൾ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ മഹാനായിട്ടുള്ള നടനാണ്, ഗംഭീരനായിട്ടുള്ള നടനാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് താങ്കളുടെ സിനിമകളിലെ അഭിനയമൊക്കെ. അതൊന്നും ഇപ്പോൾ കേരളത്തിൽ ആർക്കും ഒരു അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചെകുത്താനെതിരെ എടുത്തിട്ടുള്ള നടപടി എന്താണ്? ഒന്ന്, ഇവർ കൊണ്ടായിട്ടൊരു പരാതി കൊടുക്കുന്നു. അപ്പോൾ പോലീസ് എൻ്റെ പുറത്ത് പോലീസ് ആക്ട് ചെയ്യാനുള്ളൊരു കേസ് അതിനകത്തില്ല. ഒരു ഡിഫമേഷൻ കേസിൻ്റെ കാര്യമേ ഉള്ളൂ. രണ്ടാമത്തത്, പോലീസ് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ പോലീസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ, വണ്ടിപ്പെരിയാറിൽ 3 വയസ്സുള്ള പെൺകുട്ടിയുടെ പീഡനം, 6 വയസ്സുള്ള പെൺകുട്ടിയുടെ പീഡനം നടന്ന് കൊല്ലപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം ഉച്ചക്കാണ് കേരള പോലീസ് എത്തിയതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാൻ ഈ സിനിമാക്കാരൊക്കെ അങ്ങോട്ട് പരാതി കൊടുക്കുമ്പോൾ കേരള പോലീസ് തയ്യാറാവുന്നത് എന്തിനാണ്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇനി അതെല്ലാം പോട്ടെ, ഈ പറയുന്ന ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റേ സിദ്ദിഖ് വന്നൊരു പത്രസമ്മേളനം നടത്തുകയാണ്. അപ്പോൾ സിദ്ദിഖ് വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ സിദ്ദിഖിനോട് ആൾക്ക് ചോദിക്കുന്നുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ചിരിയും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നു പോയത്. കാരണം ഉടനെ തന്നെ സിദ്ദിഖ് പറയുകയാണ് അതിൽ AMMAക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ലെന്ന്. അതായത് അവരുടെ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ മറ്റേ ബലം കൂടിയിട്ടുള്ള വലിയ സ്വാധീനമുള്ള ആളുകളാൽ പീഡിപ്പിക്കപ്പെടുന്നുവെന്നും നിരാലംബരായിട്ടുള്ള ആളുകളെ ജെൻഡറായിട്ടുള്ള ഇനീക്വാലിറ്റി, അസമത്വങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ നിലനിൽക്കുന്നുവെന്നും അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച് ഇത് എന്തൊക്കെ വൃത്തികേടുകളോടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉറപ്പായും പുറത്തു വിടണമെന്നല്ലേ സിദ്ദിഖ് നിങ്ങൾ പറയേണ്ടത്, AMMA പറയേണ്ടത്. കാരണം നിങ്ങളുടെ ഫ്രാറ്റേണിറ്റിയിലുള്ള, നിങ്ങളുടെ സാഹോദര്യത്തിലുള്ള, നിങ്ങളുടെ ഈ പറയുന്ന പോലെ സംഘടനയിലുള്ള ആളുകൾക്ക് തന്നെയല്ലേ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പുറത്തു വിടണമെന്ന് അവരുടെ ആവശ്യം പോലും ഉന്നയിക്കാത്തത്? നിങ്ങൾ ചെകുത്താനെതിരെ നടപടിയെടുക്കുന്നു. ഓക്കെ, ശരി, മോഹൻലാലിനെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു താരമാണ്, അമ്മയുടെ പ്രസിഡൻ്റാണ്, AMMAയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഒരാൾ മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുമെങ്കിൽ അതേ ഇൻഡസ്ട്രിയിലും അതേ സിനിമാ രംഗത്തുമുള്ള നിരവധി ആളുകളുടെ പരാതിയുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് സിദ്ദിഖ് ഈ പറയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഗവൺമെൻറ് പൂഴ്ത്തിവെക്കുക മാത്രമല്ല, അത് പുറത്തു വിടണമെന്നും അതിന്മേൽ ഗവൺമെൻറ് നടപടിയെടുക്കണമെന്നും നിങ്ങൾ പറയണ്ടേ? അത് പറയാൻ സിദ്ദിഖ് തയ്യാറായിട്ടില്ല. എന്തൊരു അസംബന്ധമാണിത്, എന്ത് അസംബന്ധമാണ്! കേരള സമൂഹത്തിൽ ഇതിനെതിരെയൊക്കെയുള്ള പ്രതിഷേധം ഉയർന്നു വരണ്ടേ? ഇനി അടുത്തത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഇതിൽ നമുക്കറിയാലോ ഈ ബാക്കിയുള്ള ഒരു നടി പീഡിപ്പിക്കപ്പെട്ടു. ഈ നടി പീഡിപ്പിക്കപ്പെട്ടപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായില്ല. AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് എന്തൊക്കെയാണ് നടപടികളുണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേട്ടക്കാരനൊപ്പം ഓടുകയും ഇരയോടൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 19-20 പേർ അതിൽ കൂറുമാറിക്കഴിഞ്ഞു പ്രതിഭാഗത്തേക്ക്. അപ്പോൾ അത്തരത്തിൽ പ്രതിഭാഗത്തേക്ക് കൂറുമാറിയ ഒരു കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്താണ്, കേരളം പോലെ പ്രബുദ്ധമായൊരു സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത്. അതായത് പാവപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ഒപ്പം നിൽക്കാൻ ഇവിടെ ആരുമില്ല. പകരം ഇതുപോലെ പണമുള്ള, സാമ്പത്തികമുള്ള, മറ്റേ സ്വാധീനമുള്ള ആളുകളുടെ ഒപ്പം നമ്മൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയകൾ ചെകുത്താനെ ക്രൂശിക്കാൻ പോകുന്നു. എന്തൊരു അസംബന്ധമാണ് നിങ്ങളിവിടെ നടക്കുന്നത്. ഇനി മോഹൻലാലിനോട് പറയാനുള്ളൊരു കാര്യം, മോഹൻലാൽ ഈ പറയുന്ന നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ അവിടെ പത്രക്കാർ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗണേഷും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള മുകേഷും പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ പത്രക്കാരുമായി തർക്കിക്കുമ്പോൾ മോഹൻലാൽ അവിടെ നിന്ന് ചിത്രം വരക്കുകയായിരുന്നു.
ചിത്രം വരച്ച് നാളെ കൊണ്ടേ വിറ്റിട്ട് വേണോ മോഹൻലാലിന് ജീവിക്കാൻ? പുള്ളി വളരെ അടിയന്തിരമായി അവിടെ ഇരുന്ന് ചിത്രം വരക്കുകയാണ്. പുള്ളിക്ക് അതിനകത്ത് വലിയ അഭിപ്രായമൊന്നും ഉണ്ടായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതൊക്കെ പോട്ടെ, അടുത്തൊരു കേസുണ്ടല്ലോ, വിജയ് ബാബുവിൻ്റെ ഒരു കേസ്. ആ വിജയ് ബാബുവിൻ്റെ കേസ് വന്നപ്പോഴും ഇവർക്കാർക്കും ആ പെൺകുട്ടിയും സിനിമയിൽ അഭിനയിച്ചതാണ്. ആ പെൺകുട്ടിയും ഒരു സിനിമാക്കാരിയാണ്. ആ AMMയിൽ അംഗത്വം എടുത്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ഈ സഹജീവികളോടുള്ള സഹാനുഭൂതി ഒന്നും ഉണ്ടായില്ലേ? നിങ്ങൾ ചെകുത്താൻ മോഹൻലാലിനൊരു തെറി വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ദോഷം തോന്നി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ കേസുകളിലൊന്നും നിങ്ങളുടെ വായിൽ എന്തായിരുന്നു? വണ്ണ് തിരിയിരിക്കുകയായിരുന്നു. ഇനി വേറൊരു വലിയ കേസുണ്ട്. നമ്മുടെ സിയാദ് കോക്കർ എന്ന് പറയുന്നൊരു മഹാനുണ്ട്. ആ മഹാൻ ശരിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആരോ ആണ്. അദ്ദേഹം അശ്വന്ത് കോക്കിനെ ഞാൻ നേരിടും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നിയമപരമല്ലാതെ നേരിടും എന്നാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അതായത് ഒരു സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഏതോ വധശ്രമ കേസിൽ ജയിലിലേക്ക് കിടന്നിട്ടുള്ള ഒരാളാണ്. ശിക്ഷിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഓൺ റെക്കോർഡ് പറയുന്നൊരു കാര്യം, ഹൈദരാലിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം, ഞാൻ മറ്റേ നിയമപരമല്ലാതെ വേണമെങ്കിൽ നേരിടും, കാരണം ഇത്തരക്കാരോട് നിയമമൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണ്. ഏത് അശ്വന്ത് കോക്ക് എന്ത് ചെയ്തതിന്? ഒരു സിനിമാ നിരൂപണം നടത്തിയതിനാണ്. സിനിമയെക്കുറിച്ച് കണ്ടിട്ട് ഒരാൾ അഭിപ്രായം പറയാൻ പാടില്ലേ? പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഈ പറയണം. നിങ്ങൾ ആരെ പേടിപ്പിക്കണത്? ഇവിടെ ബ്രിട്ടീഷ് പട്ടാളത്തെയും ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ആളുകളെ പേടിക്കാത്ത ഒരു ജനതയുള്ള നാട്ടിലാണോ നിങ്ങൾ ഇതുപോലെ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഇനി ഇതൊക്കെ പോട്ടെ, ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഒരു സന്തോഷ് വർക്ക് എന്നാറ്റാണ് അയാളുടെ പേര്. ആ പേരുള്ള ആളെ ഈ തിയേറ്ററിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏതോ റിവ്യൂ പറഞ്ഞു. അതായത് സിനിമ മുഴുവൻ കണ്ടില്ല, തെറ്റാണ്. റിവ്യൂ പറഞ്ഞത് 10 മിനിറ്റുള്ള സിനിമ കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ പറഞ്ഞു. അയാൾ ടിക്കറ്റ് എടുത്ത് കയറിയതാണ്. അയാൾ ചിലപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് കണ്ടിട്ട് വന്ന് റിവ്യൂ പറയും. ആ റിവ്യൂ പറയാൻ നിന്നപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് മർദ്ദിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അത് എൻ്റെ തോന്നലിൽ ഈ സന്തോഷ് വർക്കിക്ക് അത്ര മാനസികമായി നല്ല സുഖമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ഒരാളെ നമ്മുടെ ഇവിടെയുള്ള കുറേ മറ്റേ ആരാധകരും സിനിമാ പ്രവർത്തകരും ഇട്ട് അങ്ങോട്ട് മർദ്ദിക്കുകയാണ്. നിങ്ങൾ ആരാണിത്? നിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ SHOയുടെ നടപടിയിൽ എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ അതാണ് തോന്നിയിട്ടുള്ളത്. സജി ചെറിയാൻ്റെ നടപടിയിൽ അതാണ് തോന്നിയിട്ടുള്ളത്. ഭരിക്കുന്നത് പിണറായി വിജയനാണോ മോഹൻലാലാണോ നമുക്ക് സംശയം തോന്നിപ്പോവും. ഇനി ഇതും പോട്ടെ, അടുത്തത് ടിനി ടോം ഒരു കാര്യം പറഞ്ഞു. ആ ടിനി ടോം പറഞ്ഞത് സ്വന്തം മകനെ സിനിമയിലേക്ക് വിടാൻ ഭാര്യ സമ്മതിക്കുന്നില്ല, കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും, കാരണം മയക്കുമരുന്നുകളിലേക്ക് ഉപയോഗം കൂടുതലുണ്ടെന്നാണ്. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പോയിരിക്കുന്നത്. ഇനി പോട്ടെ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആളുകളിൽ ചില ആളുകൾ അവിടെ സെറ്റുകളിൽ പലപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നും കാരവല്ല് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും. നമ്മുടെ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ എവിടെയാണ്? നിങ്ങളെന്താണ് ഈ സിനിമാക്കാർക്കെതിരെ നടപടി എടുക്കാത്തത്? അതാണ് ഞാൻ ചോദിച്ചത്. ഈ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഈ പണമുള്ളവൻ്റെയും സിനിമാക്കാരൻ്റെയും ഒക്കെ ആളുകളായി മാറിയോ? സാധാരണ നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അസത്തിലൊരു ഡീപ് സ്റ്റേറ്റ് ആയി എന്ത് ചെയ്തു? സിനിമാക്കാർ തന്നെ മാറിയോ? ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ കാര്യത്തിൽ ഒരു വിവാദം വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നജീം കോയ എന്ന് പറയുന്ന ഒരാൾ നാളെ ഇറങ്ങുന്ന ആ സിനിമയുടെ കഥ ഞാൻ ഇന്ന് തന്നെ പറയട്ടെ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ആ ഫേസ്ബുക്ക് കുറിപ്പിടുകയും അദ്ദേഹം അതിൻ്റെ തിരക്കഥ പുറത്തുവിടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് നജീം കോയയുടെ തിരക്കഥ കോപ്പി അടിച്ചാണ് നമ്മുടെ ഈ പറയുന്ന ഷാരിസ് മുഹമ്മദ്, അദ്ദേഹമാണ് അതിൻ്റെ തിരക്കഥാകൃത്ത്. അത് തിരക്കഥാകൃത്തും മറ്റേ ഡിജോ ജോസ് എന്ന് പറയുന്ന അതിൻ്റെ സംവിധായകനൊക്കെ കൂടി ഇത് കോപ്പി അടിച്ചാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്ന ഒരു വിവാദം നിലവിലേക്ക് വന്നു. ആ വിവാദം നിലവിലേക്ക് വന്നപ്പോൾ ഇവരതിനെ പത്രസമ്മേളനം വിളിച്ചു. പത്രസമ്മേളനം വിളിച്ചതിന് ശേഷം ആ ഇൻ്റർവ്യൂവിലിരുന്നും നമ്മുടെ സിയാദ് കോക്കർ പറയുന്നൊരു വാചകമാണ്, നജീം കോയ ഇനി ഇവിടെ വേണോ, ഈ ഇൻഡസ്ട്രിയിൽ വേണോ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. പിന്നെ അദ്ദേഹത്തോട് എനിക്കതിന് നന്ദിയുണ്ട്, കാരണം അത് തുറന്നു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, രമ്യ നമ്പീശൻ, അതുപോലെ തന്നെ മറ്റേ പാർവതി, ഭാവന, ഇതുപോലെയുള്ള നിരവധി ആളുകൾ എന്ത് ചെയ്തു പോയി? ഈ മലയാള സിനിമയിൽ നിന്ന് അങ്ങോട്ട് ഔട്ടായിപ്പോയി. WCC എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയതും അതിനൊപ്പം നിന്നതൊക്കെ കാരണം ഇത്തരത്തിലുള്ള നിരവധി നടികൾ അങ്ങോട്ട് കേരളത്തിൽ നിന്ന് ഔട്ടായിപ്പോയി. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു മോണോപോളി ആയിട്ടുള്ള, കുത്തകയായിട്ടുള്ള, മറ്റാരും എതിർക്കാൻ പാടില്ലാത്ത ഒരു സംഘടനയും അതിനോട് കുഴൽ പിടിക്കുന്ന മറ്റേ മാക്ട എന്നൊക്കെ പറയുന്ന B ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിലുള്ള ആളുകളുമാണ് ഇതിൻ്റെ നയിക്കുന്നത്.
ഇത് അങ്ങേയറ്റം ഏകാധിപത്യ പ്രവണതയുള്ള ഒരു സംഘടനയാണ്. അതായിക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ സമൂഹത്തിലൊക്കെ വരും. പക്ഷെ അതിനോട് കുടപിടിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടേത്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം, ഇത് നടക്കുന്നത് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലുള്ളവരാണ്. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റേ സജി ചെറിയാൻ വന്നിട്ട് ഇതിനൊരു സിമ്പോസിയമോ കൺവെൻഷനോ നടത്താന്ന് പറയുന്നത്? ഇത് പാവപ്പെട്ട സാധാരണക്കാരന് ടാക്സ് എടുത്ത് 1,06,00,000 രൂപ കൊടുത്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണെന്നേ. ആ റിപ്പോർട്ട് ഇവിടെയുള്ള സാധാരണക്കാരനും ജനങ്ങൾക്കും അറിയാൻ ബാധ്യതയുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യൂ, അതിൽ പ്രൈവസി ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കോളൂ. പക്ഷെ ആ മറ്റേ റിപ്പോർട്ട് പോലും പുറത്തു വിടാൻ വെഹമൻ്റ്ലി ആർഗ്യൂ ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകുന്നുണ്ടോ? ഗവൺമെൻറ് ഇതിൽ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ 2019 മുതലുള്ള റിപ്പോർട്ട് 2024 വരെ ഇവിടെ ഇരിക്കുമായിരുന്നു. CPM-ൻ്റെ അണികളും CPM-ൻ്റെ അനുഭാവികളും CPI-യുടെ അണികളും LDF-ന് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ മറുപടി പറയാം, ഈ ഗവൺമെൻറ് ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണോ അതോ മോഹൻലാലാണോ? AMMയുടെ പ്രസിഡന്റാണോ അതോ ബി ഉണ്ണികൃഷ്ണനാണോ? മോഹൻലാൽ നല്ല നടനാണ്, നമുക്കതിൽ വേറെ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലെന്നേ. ബി ഉണ്ണികൃഷ്ണൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. നിങ്ങളാരും കാണാത്തൊരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ഈ റാംജി റാവു സ്പീക്കിങ്ങിനെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ച ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്, ഈ വിജയരാഘവൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം, ആ കഥാപാത്രത്തിനോട് നിങ്ങൾ പ്രവർത്തിക്കുന്ന യന്ത്രം നിർത്തണം എന്ന് പറയുന്നൊരു സീനുണ്ട്. സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ആ യന്ത്രം എന്ന് പറഞ്ഞാൽ ഇയാൾ മറ്റേ മൂത്രമൊഴിച്ച് യൂറിനേറ്റ് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന യന്ത്രം നിർത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വില്ലൻ എന്ത് ചെയ്യുകയാണ്, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് സിബ് ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ അത് കണ്ടിട്ട് ഈ ബി ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ആ വില്ലനിൽ പോലും നിങ്ങളൊരു ദയനീയത കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് സംവിധായകനോടും അത് തിരക്കഥാകൃത്തുക്കളോടും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ വളരെ ഇൻസൈറ്റുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബി ഉണ്ണികൃഷ്ണനോട് ബഹുമാനമാണ്. അദ്ദേഹം SCMS-ൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനാണ്. മോഹൻലാൽ നല്ല നടനാണ്, നമുക്ക് ആർക്കും ഡൗട്ടില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നല്ല മനുഷ്യരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പറയാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമാണ് ഈ പറയുന്ന പോലെയുള്ള നടപടികൾ. ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഇത്രത്തോളം വരുന്ന നടപടികൾ കണ്ടത്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എടുക്കുന്നില്ല, നമ്മുടെ പോലീസ് നടപടി എടുക്കുന്നില്ല, നമ്മുടെ പോലീസുകാർ അവരുടെ താളത്തിനനുസരിച്ച് നടപടി എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് തെളിവായിട്ട് പറഞ്ഞു വന്നത്. ഇനി മോഹൻലാലിനൊക്കെ പറ്റുന്ന അബദ്ധവും കൂടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ, താങ്കൾ ഈ പറയുന്ന ചെകുത്താനെതിരെയുള്ള കേസൊക്കെ പിൻവലിച്ച് അത് വെറുതെ വിടേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ താങ്കൾ ഡിഫമേഷൻ കൊടുക്കേണ്ടതാണ്. താങ്കൾ അവരോടൊന്നും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം താങ്കൾ അറിയാം, ഇനി ആരെങ്കിലും ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് താങ്കൾ തെറ്റിദ്ധരിപ്പിച്ചാൽ അത് വേണ്ടെന്ന് പറയണം. എന്താ കാര്യം വെച്ചാൽ അതുകൊണ്ട് താങ്കൾക്കൊരു പോറൽ വേൽക്കാൻ പോകുന്നില്ല ചെകുത്താൻ എന്ത് പറഞ്ഞാലും. ഇനി രതീഷ് ചക്രപാണി ഇവിടെ നിന്ന് പറഞ്ഞാലും താങ്കൾക്കൊരു പോറൽ വേൽക്കാൻ പോകുന്നില്ല. താങ്കൾ കൃത്യമായി താങ്കളുടെ പണിയിൽ ശ്രദ്ധിച്ചാൽ താങ്കൾ ഗംഭീരനായ വളരെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു നടനാണ്. താങ്കൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. പണ്ട് താങ്കളെ മറ്റേ സരോജ് കുമാർ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്ത് ശ്രീനിവാസൻ കളിയാക്കി എന്ന് പറഞ്ഞ് താങ്കളുടെ കൂടെയുള്ള ആരോ ശ്രീനിവാസനെ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം താങ്കളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ മനസ്സിൽ അത്ര വലിയൊരു രൂപമാണ്. അതുകൊണ്ടാണ് താങ്കളൊക്കെ മറ്റേ പടം വരച്ചിട്ടും ഈ പറയുന്ന മറ്റേ നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ ശരിയായ നിലപാടെടുക്കാഞ്ഞിട്ട് പോലും ജനങ്ങൾ അടുത്ത സിനിമ കാണുമ്പോൾ മറന്നു പോകുന്നത്ര തരത്തിലുള്ള വൈഭവം താങ്കൾക്കൊണ്ട് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അത് സംശയമില്ല. മറ്റേ ആറാട്ട് ഗോവനെ പോലെയുള്ള ചില തറ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാലും ആളുകൾ തൊട്ടടുത്ത സിനിമ വരുമ്പോൾ താങ്കളെ സ്നേഹിക്കും. കാരണം അതിലെ കഥാപാത്രമായി താങ്കൾ അങ്ങനെ അഭിനയിക്കുകയല്ല ജീവിക്കും. അപ്പോൾ നമുക്ക് തോന്നും അതേപോലത്തെ സ്വഭാവമായിരിക്കും താങ്കൾക്ക് എന്ന് തോന്നും. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് താങ്കളെ കേൾക്കാത്തത്. അതിൻ്റെ ഇടക്കൂടി താങ്കൾ ഈ പറയുന്ന ചെകുത്താനൊന്നും ആളാക്കാൻ വേണ്ടി പോകേണ്ട ഒരു കാര്യമില്ല. പോലീസുകാരോടും എക്സൈസുകാരോടും ഒക്കെ പറയണത് ഈ സിനിമയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ച് നടപടികൾ എടുക്കണം. നിങ്ങൾ അവർ പറയുന്ന വാക്ക് കേട്ടിട്ട് കേസിന് രജിസ്റ്റർ ചെയ്ത് നേരെ പുറത്തേക്ക് പോകരുത്. ഇതൊരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യേണ്ട കേസാണ് ചെകുത്താനെതിരെ. അല്ലാതെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊന്നും പറഞ്ഞ് കേസെടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതും പോട്ടെ, ഏറ്റവും ഒടുവിൽ ഇപ്പം സജി ചെറിയാൻ പറഞ്ഞ ഗവൺമെൻറ് ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഭരിക്കണം. ആ ഭരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ലോക്സഭയിൽ എന്ത് ചെയ്തത് 19 സീറ്റിലും തോറ്റത്. ഒരു സീറ്റിൽ ജയിച്ചത് തന്നെ അവിടെ മറ്റേ നമ്മുടെ BJP-ക്കാർ വോട്ട് പിടിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ തോറ്റത് ഉന്നമ്മാടിയാണ്. അപ്പം അതുകൊണ്ട് പറയാനുള്ളൊരു കാര്യം വളരെ കൃത്യമാണ്. ഇത്തരത്തിലുള്ള ഈ സിനിമാ മേഖലയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇടപെടുത്തണമെന്നും പോലീസ് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സാണ്. ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ സെറ്റുകളിൽ പോലും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കയറി പരിശോധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭരിക്കുന്നത് പിണറായി വിജയനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത അങ്ങേക്കൊണ്ട്. അത് അടിയന്തരമായി ചെയ്യണം എന്നാണ് എനിക്ക് പിണറായി വിജയൻ ഗവൺമെൻറ്റിനോടും LDF-നോടും ഒക്കെ പറയാനുള്ളത്. CPI ഈ കാര്യങ്ങളിലാണ് അഭിപ്രായം പറയേണ്ടത്. അല്ലാതെ 5 കൊല്ലം കഴിഞ്ഞിട്ട്
അന്നെടുത്ത തീരുമാനം തെറ്റായി പോയി എന്നുള്ള നിലക്ക് പിന്നീട് മറ്റേ നല്ല ചമയാനുള്ള ശ്രമവും CPIക്ക് നിർത്തണം. അതുകൊണ്ട് CPIയും CPM ഒക്കെ ആലോചിച്ച് തിരുത്ത് ഇവിടെ നിന്ന് തുടങ്ങണം മിസ്റ്റർ MV ഗോവിന്ദൻ. അതാണ് എനിക്ക് താങ്കളോടൊക്കെ പറയാനുള്ളത്. അല്ലാതെ ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞ് രേഖ ഉണ്ടാക്കി മറ്റേ LKG സെൻറ്ററിലെ മുറിയിലിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കത്തിച്ച് മറ്റേ മഴക്കാലം വരുമ്പോൾ ചൂട് കായെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് സംഭവിക്കില്ല.